കണ്ണൂർ ആറളം ഫാമില് കാട്ടാന ശല്യം തടയുമെന്ന് പറഞ്ഞു പറ്റിച്ച് വനംവകുപ്പ് മന്ത്രി എ.കെ. ശശീന്ദ്രൻ. മന്ത്രി നിർദ്ദേശിച്ച എല്ലാ പ്രതിരോധ മാർഗത്തിന്റെയും നിർമ്മാണം നിലച്ചിരിക്കുന്നു. മനുഷ്യർക്ക് ജീവനും സ്വത്തിനും ഭീഷണിയായി 70-ലധികം ആനകളാണ് ആറളത്ത് ഇപ്പോഴും തമ്പടിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 4 മാസത്തിനിടയിൽ 18 വീടുകളാണ് പ്രദേശത്ത് കാട്ടാന നശിപ്പിച്ചത്. എന്നിട്ടും കാട്ടാന ശല്യം അവസാനിപ്പിച്ചു എന്ന സത്യവാങ്മൂലമാണ് വനംവകുപ്പ് ഹൈക്കോടതിയിൽ നൽകിയത്. കണ്ണൂരിൽ നിന്ന് നിഖിൽ അളവൂർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ന്യൂസ് മലയാളം, ദ ബിഗ്ഗസ്റ്റ്. പുറത്തിറങ്ങി നമ്മള് ആന കൊല്ലും. മന്ത്രി എവിടെ? ആറളം ഫാം പുനരധിവാസ മേഖലയിൽ ലീല വെള്ളി ദമ്പതികളെ കാട്ടാന ചവിട്ടിക്കൊല്ലുന്നത് ഈ വർഷം ഫെബ്രുവരി 22-ന്. വലിയ പ്രതിഷേധങ്ങൾക്കൊടുവിൽ സ്ഥലത്തെത്തിയ മന്ത്രി എ.കെ. ശശീന്ദ്രൻ പ്രദേശവാസികൾക്ക് നൽകിയത് 6 മാസത്തിനകം കാട്ടാന ശല്യത്തിന് ശാശ്വത പരിഹാരമെന്ന ഉറപ്പ്. എത്രയും പെട്ടെന്ന് ആനമതിലിന്റെ നിർമ്മാണം പുനരാരംഭിക്കേണ്ടതുണ്ട്. ഇന്ന് 24-ാം തീയതിയാണ്. ഒരാഴ്ചക്കകം ആ തടസ്സങ്ങൾ നീക്കി പ്രവർത്തനം ആരംഭിക്കണം എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇന്നത്തെ ഒരു തീരുമാനം അതാണ്. രണ്ടാമത് ആ പ്രവർത്തനം തുടങ്ങിയാലും പൂർത്തിയാക്കാൻ 1 ദിവസവും 2 ദിവസവും പോരാ, നമുക്കെല്ലാവർക്കും അറിയാം. അതുവരെ സുരക്ഷ ഉറപ്പുവരുത്തണമല്ലോ. അങ്ങനെ ഉറപ്പുവരുത്താൻ അത്തരം പ്രദേശങ്ങളിൽ സോളാർ ഹാങ്ങിങ് ഫെൻസിംഗ് സ്ഥാപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിന് ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് പണം അനുവദിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. മന്ത്രിയുടെ പ്രഖ്യാപനം നടന്ന് 4 മാസം കഴിഞ്ഞു. സോളാർ ഫെൻസിംഗ് സ്ഥാപിച്ചെങ്കിലും ആന അത് പൊളിച്ചു. അടിക്കാട് തെളിക്കുന്ന പ്രവൃത്തി ഫണ്ടില്ലാതെ മുടങ്ങി. മഴ പെയ്തോടെ നേരത്തെ വെട്ടിമാറ്റിയ ചെടികൾ വീണ്ടും തളർത്ത് കാടായി. അതോടെ ആനകൾക്ക് പകലും രാത്രിയും മേയാനിടമായി. ആനകളെ പേടിച്ച് പകൽ പോലും പുറത്തിറങ്ങാനാകാത്ത അവസ്ഥയിലാണ് നാട്ടുകാർ. ആനമതിൽ നിർമ്മാണം മുടങ്ങിയെന്ന് കാട്ടി വനംവകുപ്പ് കരാറുകാരനെ ഒഴിവാക്കി. പുതിയ ടെൻഡർ നടപടി ആരംഭിച്ചപ്പോൾ കരാറുകാരൻ കോടതിയെ സമീപിച്ചു. ഇതോടെ ടെൻഡർ നടപടികളും നിലച്ചു. പ്രതിരോധ സംവിധാനങ്ങൾ ഇല്ലാതായതോടെ കൃഷി നശിപ്പിക്കുന്നതും വ്യാപകമായി. നശിച്ച കൃഷിക്ക് കാലങ്ങളായി നഷ്ടപരിഹാരവുമില്ല. മുതൽ 91 കോടി രൂപയാണ് നഷ്ടപരിഹാരമായി വനംവകുപ്പ് ആറളം ഫാമിന് മാത്രം നൽകാനുള്ളത്. ഇതിനിടയിൽ സ്വകാര്യ വ്യക്തി ഫയൽ ചെയ്ത കേസിൽ ഫാമിനോട് ചേർന്ന ജനവാസ മേഖലയിൽ ആനശല്യമില്ലെന്ന് വനംവകുപ്പ് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലവും കൊടുത്തു. 70-ലധികം ആനകൾ ഇപ്പോൾ സ്ഥലത്തുണ്ടെന്ന് പ്രദേശവാസികൾ പറയുന്നു. നേരത്തെ 80-നടുത്ത് ആനകൾ ഉണ്ടായിരുന്നെന്നാണ് കണക്ക്. ഈ കണക്ക് മാത്രം മതി വനംവകുപ്പ് പറയുന്നതും യാഥാർത്ഥ്യവും തമ്മിലുള്ള അന്തരമറിയാൻ. കാട്ടാനക്കലിയിൽ 2 ജീവനുകൾ പൊലിഞ്ഞ ആറളത്ത് ജനരോഷത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നീണ്ട വാഗ്ദാനങ്ങളുടെ പട്ടികയാണ് മന്ത്രി എ.കെ. ശശീന്ദ്രൻ അന്ന് നിരത്തിയത്. മന്ത്രിയുടെ വാക്കുകളെല്ലാം പിന്നീട് പക്ഷേ പാഴ്വാക്കുകളായി. കാട്ടാനകൾ സ്വൈര്യമായി വീണ്ടും ആറളത്ത് വിഹരിക്കുകയാണ്. ജനജീവിതം പഴയ പോലെ ദുസ്സഹമായി തുടരുകയും ചെയ്യുന്നു. കണ്ണൂരിൽ നിന്നും ഇന്ദ്രജിത്ത് അനിൽകുമാറിനൊപ്പം നിഖിൽ അളവൂർ, ന്യൂസ് മലയാളം.